നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. സാധാരണ അതാത് ദിവസത്തെ പ്രധാന വാർത്തകളാണ് ന്യൂസ് ട്രെൻഡ്സ് ചർച്ചയാക്കാറുള്ളത്. ഇന്ന് ന്യൂസ് 18 നടത്തിയ ഒരു വാർത്താ ഇടപെടലിന്റെ വാർത്തയാണ് ആദ്യം. മാധ്യമപ്രവർത്തനം നാടിന്റെയും ജനങ്ങളുടെയും നന്മയ്ക്കാകണമെന്ന് കരുതുന്ന ഞങ്ങൾക്ക് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ് അത്. തൃപ്പൂണിത്തുറ തൈക്കുടത്ത് മകൾ വീട്ടിൽ നിന്ന് മർദ്ദിച്ചു പുറത്താക്കിയ വയോധികയായ അമ്മ തൈക്കുടം സ്വദേശിനി സരോജിനിക്ക് ആശ്വാസം പകരാൻ ഞങ്ങളുടെ വാർത്താ ഇടപെടലായി. ന്യൂസ് 18 വാർത്ത ഇന്നലെ ലോകത്തെ അറിയിച്ചത്. RDOയുടെ ഉത്തരവുണ്ടായിട്ടും അത് പാലിക്കാതെ അമ്മയെ വീടിന് പുറത്താക്കുകയായിരുന്നു മകൾ. താക്കോൽ നൽകാതെ ആ അമ്മയെ മണിക്കൂറുകളോളം വീടിന് പുറത്തു നിർത്തി. ഒടുവിൽ വീട് കുത്തി തുറന്ന് രാത്രി ഏറെ വൈകിയാണ് അമ്മയ്ക്ക് വീടിനുള്ളിൽ കയറാനായത്. സരോജിനി അമ്മയ്ക്ക് സമാധാനമായി ജീവിക്കാൻ, സുരക്ഷിതമായി കഴിയാൻ വഴിയൊരുക്കുന്നത് സംബന്ധിച്ച് ഇന്ന് RDO വിളിച്ച ചർച്ചയും നടക്കുന്നുണ്ട്. ഒരു പാവപ്പെട്ട അമ്മ ചെല്ലുമ്പോഴത്തേക്കും ആദ്യം ചെന്നപ്പോൾ പറഞ്ഞു, അമ്മയുടെ വീടല്ലേ പൊളിച്ചാരാമെന്ന് പറഞ്ഞു, നാളെ വാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ചെന്നപ്പോൾ അവരുടെ എല്ലാം തരം മാറി. അവരതൊന്നും പറയണില്ല. അവരിൽ മേലിൽ നിന്നുള്ള വിളി വന്നു. അതാണോ വേണ്ടത്? പാർട്ടി ഇടപെട്ടാലും ആരിടപെട്ടാലും മര്യാദ വേണം മോനെ. എന്തിനൊരു മര്യാദയുണ്ട്, അത് ചെയ്തില്ല. അപ്പോഴേ നമുക്ക് തോന്നി ഇതെന്താ ഇങ്ങനെയാണ് ആ പോലീസുകാരൊക്കെ ചെയ്യണത്. ഒരു വയസ്സായവരല്ലേ, വയസ്സായവരെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. അവർക്കും അമ്മമാരില്ലേ. ഇത് ഇന്നലെ ന്യൂസ് 18 നടത്തിയ ഒരു ഇടപെടലായിരുന്നു. അതിന് ഫലം കണ്ടു. ആ അമ്മയ്ക്ക് വീടിനുള്ളിൽ കഴിയാനുള്ള പശ്ചാത്തലമുണ്ട്. ആ മകൾക്ക് എതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിലും ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമായി വരുന്നുണ്ട്. നമ്മോടൊപ്പം ഡാനി പോൾ ഉണ്ട്. ഒപ്പം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ കൊച്ചി ബ്യൂറോയിലെ അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസുമുണ്ട്. ഡാനി തൃപ്പൂണിത്തുറയിലാണ്. ഡാനി, ഏറ്റവും പുതിയ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ RDOയുടെ അടക്കം ഭാഗത്ത് നിന്ന് എന്താണ് എന്നുള്ളതാണ്. കാരണം വലിയ ഒരു ഇടപെടൽ, നമ്മുടെ ഇടപെടലിന്റെ ഭാഗമായി ഇത് വാർത്ത ഈ അമ്മയ്ക്ക് ഒരു കിടപ്പാടം തിരിച്ചു കിട്ടുന്നു, കയറി കിടക്കാൻ ഇടം കിട്ടുന്നു. ഇപ്പോൾ അതിനുശേഷം എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ സർക്കാർ തല നടപടികൾ? രഞ്ജിത്ത്, ഈ സർക്കാർ തല നടപടികൾ എന്ന് പറഞ്ഞ് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു വലിയ ഇടപെടൽ ഈ നിമിഷം വരെയും ഉണ്ടായിട്ടില്ല. കാരണം ഇന്നലെ ഉണ്ടായിരുന്നത് പോലെ RDOയുടെ ഉത്തരവ് ഇതിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു. വീടിനകത്തേക്ക് കയറുവാൻ സാധ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുക എന്നത് സംബന്ധിച്ച് അതിൽ പിന്നീട് ഈ അമ്മ തന്നെ ആണ് വാതിൽ തുറന്ന് അകത്തേക്ക് കയറേണ്ടി വന്നത്. അതിനുശേഷം ഇപ്പോഴും അധികാരികളുടെ ഭാഗത്ത് നിന്ന് സംബന്ധിച്ചൊരു അറിയിപ്പ് അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത ഇതിൽ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഈ അമ്മയ്ക്ക് അകത്തേക്ക് വീടിനകത്തേക്ക് കയറുക മാത്രമല്ല അവിടെ കഴിയാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുക, ഇതെല്ലാം തന്നെ വേണ്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്തിടപെടലാണ് ഇനിയുള്ളത് എന്നത് സംബന്ധിച്ച് ഇതുവരെയും അത്തരമൊരു ചർച്ചകളിലേക്ക് നീങ്ങിയിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് അത് സംബന്ധിച്ച് കൂടുതലായി എന്തെങ്കിലും രീതിയിലുള്ളൊരു അറിയിപ്പോ കാര്യങ്ങളോ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് അവിടേക്ക് RDO ഓഫീസിലേക്കടക്കം ചെല്ലേണ്ടി വരും എന്ന രീതിയിൽ ഇന്നലെ സംസാരിച്ചു. പിന്നീട് അതിന് ശേഷം അതിനൊരു അപ്ഡേഷൻ ഉണ്ടായിട്ടില്ല അവിടേക്ക് പോകേണ്ടി വരുമോ എന്ന കാര്യത്തിൽ. പക്ഷേ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അമ്മ ഇവിടെ വീടിന് മുന്നിലുണ്ട്. ഇതിൽ ഇതുവരെയും അവിടേക്ക് പോകുന്ന കാര്യം സംബന്ധിച്ച് അമ്മ തീരുമാനവും എടുത്തിട്ടില്ല. ചുറ്റുപാടും പരിസരത്തുള്ളവരെല്ലാവരും തന്നെ വലിയ സഹായത്തിനും സൗഹൃദത്തിനുമായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം നടക്കുന്നത്. ഇതിനുശേഷം ഇപ്പോൾ ഇന്ന് രാവിലെ വരെയും പോലീസ് കാവൽ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ മടങ്ങിയിരിക്കുന്നു. നമുക്കൊപ്പം അമ്മ കൂടി ചേരുന്നു. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും അറിയിപ്പോ കാര്യങ്ങളോ വന്നിരുന്നോ ഇത് സംബന്ധിച്ച്? ഒന്നും വന്നിട്ടില്ല. ഇതിൽ RDOയുടെ അടുത്ത് ഇനി പോകുന്നുണ്ടോ? ഞാൻ പോകുന്നില്ല. ഇനി എനിക്ക് പറ്റൂല അത് കയറി പോകാനായിട്ട്. 2 പ്രാവശ്യം കയറിയിട്ട് എനിക്ക് പറ്റാതെ 2 പേരും പിടിച്ചിട്ടാണ് ഞാൻ കയറിയത് തന്നെ. അത് ഇവിടെ കാര്യമാണ്. എനിക്ക് തുറന്നു വിട്ടോർത്തിട്ടാണ് അവരുടെ അടുത്ത് പോയത്. അവർ പറഞ്ഞിട്ട് തുറന്നു തരാനില്ലെന്ന് വെച്ചപ്പോൾ ഇവിടെ വന്നിരുന്നു. ഞാൻ കുത്തി തുറന്ന് കയറി. നമുക്ക് നാട്ടുകാരുടെ സഹായം ഉണ്ടായില്ല. നാട്ടുകാരുണ്ടായതുകൊണ്ട് അയലക്കത്തുകാർക്കും പേടിയാണ്. ഇവർ ഭീഷണിപ്പെടുത്തുമെന്ന് കൊടുത്തു. അത് കാരണം അയലക്കത്തുകാർ എന്നോട് അടുക്കണില്ല. നാട്ടുകാർക്ക് അതൊന്നും ഭീഷണി സാരിയില്ലെന്ന് പറഞ്ഞ് അവരെല്ലാം കൂടി സഹകരിച്ചുകൊണ്ട് ഞാൻ വാതിൽ തുറത്തകത്ത് കയറി. അത്ര ഞാനങ്ങ് പോകൂല, ഇനിയങ്ങ് പോകൂല. ഇനി മരിച്ചുവിടുന്ന ശവം കൊണ്ടുപോകുമ്പോൾ പോകാം. മക്കളാരെങ്കിലും വിളിച്ചിരുന്നോ? മകളോ അല്ലെങ്കിൽ മോള് വന്നിട്ടുണ്ടായി. അവള് പേടിക്കാതെ കിടക്കണോട്ട് അടുത്തുള്ളവരൊക്കെ നോക്കിക്കൊള്ളു പറഞ്ഞു പോയി.
ഇനിയിപ്പോൾ മൂത്ത മകളെ ഏതെങ്കിലും രീതിയിൽ ഫോണിലോ വല്ലതും വിളിക്കാനോ എന്തെങ്കിലും സാധിച്ചിരുന്നോ? ഇല്ല, എനിക്ക് സാധിച്ചിട്ടില്ല. വിളിക്കാൻ പറ്റില്ലല്ലോ, ഫോൺ എടുക്കൂല. അവക്കടെ ഫോൺ നമ്പറും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അടുത്തുള്ളവരോട് ചോദിച്ചാണ് വിളിക്കണേ, അവളെടുക്കാറില്ല. ഇത് വിളിക്കാനും പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് വിളിക്കുകയില്ല, അവർക്ക് ബുദ്ധിമുട്ടായില്ല. ഇപ്പോൾ ഇതിലെല്ലാം ചാനലിലൊക്കെ വന്നപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടല്ലോ. ബുദ്ധിമുട്ട് ഉണ്ടാവും. ഇനി അമ്മ ഈ വീട്ടിൽ തന്നെ തുടരുന്നു? ഞാൻ ഈ വീട്ടിൽ തന്നെ തുടങ്ങി. മാറുന്നില്ല? ഇത് മാറൂല. എനിക്ക് എക്കും പോകണ്ട. പോകുന്നില്ല? എക്കും പോടില്ല. ഉറച്ചതാണ്, ഞാൻ എങ്ങും പോകണില്ല. എനിക്ക് ഈ വീട്ടിൽ തന്നെ കിടന്നാൽ മതി. ഇറക്കി വിടുമെന്നൊരു അതൊന്നുമില്ല. ഇത് ഇറക്കാൻ പറ്റാൻ അവരെ കഴുത്ത് വെട്ടി ഞാൻ ഇടൂട. കഴുത്ത് വെട്ടിയിടുക. ആരാണ് അത് ഇറക്കാൻ പറ്റുന്നത്? എൻ്റെ വീടല്ലേ. ഇത്ര നാളും എനിക്ക് ആ ധൈര്യം വന്നില്ല പോലെ. എനിക്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു ശക്തി ദൈവം തന്നില്ല. ഇതിപ്പോൾ ഞാൻ ഓർക്കണേ എന്ത് വരാനോ, എനിക്കൊന്നും വരാനില്ലല്ലോ. അത്ര നാടൊക്കെ സഹിക്കുക. ഓരോരുത്തരുടെ വീട്ടിൽ ചെന്നിട്ട് അനുഭവിക്കുന്നവർക്കറിയാം. വയസ്സായി ഞാൻ അങ്ങനെ നടന്നിട്ടില്ല. ഒരാളിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ നടന്നിട്ടില്ല. ഞാൻ ഈ വയസ്സാം കാലത്ത് എൻ്റെ മൂത്ത മോള് കാരണം ഞാൻ തേണ്ടി പിച്ചക്കാശിനെ പോലെ നടന്നു ഒന്ന് കയറി കിടക്കാനായിട്ട്. അതുകൊണ്ട് ഞാനെങ്ങും പോകില്ല. ഇനി ആര് വന്നാലും എതിർത്ത് നിൽക്കാണ്. തൻ്റെ അടുത്തോടുകൂടി തന്നെ നിൽക്കണത് പോലെ അത്ര സഹിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതൽ നമ്മുടെ അച്ഛനും നമുക്ക് ഒരു മോളായിട്ട് ജീവിച്ച് സുഖസൗകര്യമായിട്ട് ജീവിച്ച്. അത് കഴിഞ്ഞ് എന്നെ കല്യാണം കഴിച്ചു കൊടുത്ത് 10 ദിവസം 2 സ്ഥലം ഉണ്ടായിട്ട് ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു. ആ ഇളവച്ചന് 23 ദിവസമുള്ളു. ഇളയ മകൾക്ക് മൂത്തതിന് 5 വയസ്സ്. 20 അത് കിളപ്പിൻ്റെ കഷ്ടപ്പെട്ട് വളർത്തി. അപ്പം എന്താണ് ഈ എന്താണ് ഈ പള്ളി വക പൈസ കൊടുക്കൂല. അവർ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ മേടിക്കാത്തൊരിത്. അവരോട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മോനെ എനിക്ക് ഈ പൈസ വേണ്ട, എവിടെയെങ്കിലും ഒരു ജോലി തന്നാൽ മതി. ഞാൻ ജോലിയെടുത്ത് എൻ്റെ മക്കളെ പൈസ കൊണ്ട് വളർന്നു. ആ കൊച്ചുങ്ങളുടെ പ്രായം വരുമ്പോൾ നാണക്കേടാണ്. അതുകൊണ്ട് വേണ്ട, എനിക്കൊരു ജോലി മേടിച്ചു തന്നാണ്. അവർ മാതാ ടൂറിസ്റ്റ് ഹോമിൽ എനിക്ക് ജോലി മേടിച്ചു തന്നു. ഞാൻ ജോലിയെടുത്തു എൻ്റെ മക്കളെ വളർത്തിയത്. ഇന്നിപ്പോൾ ആ മക്കൾക്ക് ആ മോള് വളർന്നു. ആ പെണ്ണിന് 25 വയസ്സാകണമെങ്കിൽ ഇതേപോലെ വിദ്യാധനം കല്യാണം കഴിച്ചപ്പോൾ നമ്മുടെ 10 സെൻറ്റ് സ്ഥലം വിട്ട് അവർക്ക് സ്ത്രീധനം കൊടുത്തു. അച്ഛൻ്റെ 20 സെൻറ്റ് ഉണ്ടായല്ല. ഇപ്പം അത് കഴിഞ്ഞപ്പം ഇളയ മോക്കും വിറ്റ് അവർക്കും കൊടുത്തു സ്ത്രീധനം. എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ള സ്വത്തെല്ലാം മക്കൾക്ക് പകുത്തു കൊടുക്കുമ്പോൾ ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് തോന്നിയിട്ടില്ല. മക്കൾ നല്ലതായിട്ട് ജീവിച്ചുകൊണ്ട് എനിക്കത് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ആ 20 സെൻറ്റ് ഇതപ്പോൾ കൊടുക്കൂലല്ലോ പോലെ. കൊടുക്കൂല, വിറ്റിട്ട് അവിടെയെങ്കിലും ഇടില്ല. 2 സെൻറ്റ് ഇവിടെ വന്നിട്ട് നല്ല മക്കളായിട്ട് ജീവിച്ച് ഞാനും ആ മക്കളും കൂടി സന്തോഷമായിട്ട് ജീവിച്ച്. ഈ അടുത്താണ് ഈ കൊച്ചിങ്ങനെ പെരുമാറിയപ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചല്ല എൻ്റെ മറ്റേ മോക്കടെ ഭർത്താവും പറയും. ഇവിടെ കൊണ്ടുവരുമ്പോൾ അവന് ബുദ്ധിമുട്ടുണ്ട് എന്നെ കൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് വരുമ്പോൾ. അപ്പോൾ അവനും പറയും മക്കളും മോള് ഉപേക്ഷിച്ച് കളഞ്ഞു, ഇനി മോക്ക് വേണ്ടെന്നും പറഞ്ഞ് പുറന്തള്ളി എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കുത്തുവാക്കും ഞാൻ കേട്ടു. ഞാൻ അവിടെ വിഷമിക്കണമെന്ന് പറഞ്ഞ ദൈവത്തിന് വിളിക്കണത്. എൻ്റെ ഗുരുദേവ എനിക്ക് എന്തിനിങ്ങനെ തന്നു, ഞാൻ അന്ത്യകാലത്ത് ഇങ്ങനെ വിഷമിപ്പിക്കാൻ. അത് കാരണം ഞാൻ എങ്ങും പോകില്ല. ഞാൻ ഈ വീട്ടിൽ തന്നെ വേണം. എന്തെല്ലാം വന്നാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങൂല. ആരെല്ലാം വന്നാലും എനിക്ക് ഈ വീട് മാത്രം മതി. എൻ്റെ വീടല്ലേ പോലെ എൻ്റെ വീട്ടിൽ ഞാൻ കുത്തി തുറന്ന് കയറി താമസിച്ച് എന്തു വന്നാലും നേരിടാനുള്ള ശക്തിയുണ്ട് എനിക്ക്. അതേ ഞാൻ ചെയ്യുള്ളൂ. ഇനി രഞ്ജിത്ത അമ്മയുടെ വാക്കുകൾ നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. കാരണം സ്വന്തം സ്വത്തുവകകളെല്ലാം തന്നെ മക്കൾക്ക് പകുത്തു കൊടുത്ത് അവരൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോവുക, അവരെ മറ്റൊരാൾ ഒരു ജീവിതത്തിലേക്ക് അവരെ സ്വന്തമായ ഒരു ഇടങ്ങളിലേക്ക് മാറ്റി അവരെ സ്വതന്ത്രമാക്കുമ്പോൾ തീർത്തും ഒരു അനാഥത്വം ആ രീതിയിലേക്കെല്ലാം തന്നെ വരുന്ന അപൂർവം മാതാപിതാക്കൾ ഉണ്ടാകും. ആ രീതിയിലേക്കാണ്
അമ്മയെ നമുക്ക് കാണാൻ കഴിയുക. കാരണം ഒരു സംരക്ഷണം തുണയും ഇല്ലാത്ത രീതിയിലേക്കെല്ലാം തന്നെ മാറുന്ന നിസ്സഹായാവസ്ഥ തന്നെയാണ് സരോജിനി അമ്മ വെളിപ്പെടുത്തുന്നത്. കാരണം അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതാണ്. ഈ വീട്ടിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന രീതിയിലേക്ക് വന്നു. ഉള്ളതെല്ലാം ഈ സ്ഥലം 2 മക്കൾക്ക് വേണ്ടി പകുത്തു കൊടുത്തു. അതിൽ ഒരു മകളുടെ അവകാശത്തിൽ സ്ഥലത്താണ് ഈ കെട്ടിടം, ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ അവരെയും സംരക്ഷിച്ചു കൊള്ളാമെന്ന ഉപാധിയെല്ലാം തന്നെ ഉണ്ടായിരുന്നതായാണ് പറയുന്നത്. പിന്നീട് അത്തരം കാര്യങ്ങളിൽ ഒരു സമീപനവും ഇല്ലാതെ വന്നു. ഇവിടേക്ക് കയറ്റാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നു. മകൾ മറ്റൊരിടത്ത് ആണ് താമസിക്കുന്നത്. പക്ഷേ ഈ വീട് ഇവർക്ക് തുറന്നു കൊടുക്കുന്നില്ല എന്നതാണ്. പിന്നീടാണ് ആർഡിയുടെ ഇടപെടൽ ഇന്നലെ ഉണ്ടാവുന്നതും പിന്നീട് ഇവിടെ എത്തുന്നതും താക്കോൽ കൈമാറാതിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഒടുവിൽ സ്വയം ഇത് കുത്തി തുറന്ന് അകത്ത് കയറുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വന്നത്. എന്തായാലും അമ്മ ഇത്തരം ഒരു അനുഭവങ്ങളുടെ മുന്നിൽ തീർത്തും പകച്ചു നിൽക്കുന്നു. മകളുടെ ഒരു പെരുമാറ്റത്തിൽ ഇന്ന് ഇത് സംബന്ധിയായി കൂടുതൽ കാര്യങ്ങളോ ചർച്ചകളോ ഇതുവരെയും ഒന്നും വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നതാണ്. RDO അടക്കം ഇത്തരം കാര്യങ്ങളിൽ നിന്നൊരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീട്ടിൽ അമ്മയ്ക്ക് തുടർന്ന് താമസിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. ഇനി തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനും താൻ നിന്നു കൊടുക്കില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. രഞ്ജിത്ത, ഡാനി ഉള്ളത് അവിടെ ഈ അമ്മയുടെ അടുത്താണ്. നമ്മോടൊപ്പം ടോം കുര്യാക്കോസ് കൂടി ചേരുകയാണ്. ടോം, ഇന്ന് ഈ അമ്മയുടെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് നിസ്സഹായായ ഒരു അമ്മയുടെ വാക്കുകളല്ല. കണ്ണീര് വന്നു എങ്കിൽ പോലും കുറച്ചുകൂടി ആത്മവിശ്വാസമുണ്ട് അവരുടെ പ്രതികരണങ്ങളിൽ. എന്ത് പ്രശ്നം വന്നാലും ഇനി നേരിടും എന്ന് പറയുന്നു. അത് ആത്മവിശ്വാസം അവർക്ക് നൽകിയത് ഒരുപക്ഷെ നമ്മളടക്കം നടത്തിയ ഇടപെടലുകൾ, അതിനുശേഷം ഇവരുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ലഭിച്ച പിന്തുണയൊക്കെ ആകാം. ഇനി വേണ്ടത് ഇത് ശാശ്വതമായ ഒരു പരിഹാരമാണ്. ആ അമ്മയ്ക്ക് ഇനി ഇത്തരം അനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം എന്നുള്ളതാണ്. അതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം നമുക്കറിയാം, ഈ സമീപകാലത്ത് വൃദ്ധ മാതാപിതാക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയാണ് ഇങ്ങനെ ഒരു വൃദ്ധ മാതാവിനെ സ്വന്തം മകൾ വീടിന് പുറത്ത് നിർത്തിയിരിക്കുകയാണ് എന്നൊരു വാർത്ത ഈ നാട്ടുകാർ ഫോണിൽ വിളിച്ച് അറിയിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ പലയിടങ്ങളിലും നമുക്ക് കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു തലത്തിലാണ് നമ്മൾ അവിടേക്ക് ആ സ്ഥലത്തേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച, ഈ അമ്മ ഗേറ്റിന് പുറത്ത് ഇരിക്കുകയായിരുന്നു. നാട്ടുകാർ ഒന്നടങ്കം ഉണ്ടായിരുന്നു, ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു. ആ സമയത്ത്, അതായത് അമ്മ ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് അമ്മ വീട്ടിലെത്തുന്നത്. അതായത് RDOയുടെ ഉത്തരവുണ്ട്, അമ്മയെ വീടിനകത്ത് പ്രവേശിപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകുകയാണ്. അതായത് മരട് പോലീസിന് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള RDOയുടെ ഉത്തരവുണ്ട്. ഈ ഉത്തരവുമായിട്ടാണ് അമ്മ അവിടെ എത്തുന്നത്. പക്ഷെ അമ്മയ്ക്ക് വീടിനകത്ത് കയറാൻ കഴിയാത്ത അവസ്ഥ. പിന്നീട് നമ്മൾ 8:45 കൂടി ന്യൂസ് 18 സംഘം അവിടെ എത്തുന്നു, ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് കൂടുതൽ നാട്ടുകാരും കൂടുതൽ ജനപ്രതിനിധികളും സ്ഥലത്തെത്തുന്നു. ആദ്യം പോലീസ് വന്ന് അവിടെ സ്ഥലത്തെത്തിയിരുന്നു. പിന്നീട് പോലീസ് മടങ്ങിപ്പോയി. പോലീസിന് വിധി നടപ്പാക്കാൻ കഴിയില്ല, RDOയുടെ ഉത്തരവ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. പോലീസ് മടങ്ങിപ്പോയി. പിന്നീട് നമ്മളത് വളരെ ശക്തമായി ഈ വിഷയം പുറം ലോകത്ത് എത്തിച്ച ശേഷമാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. പോലീസ് വീണ്ടും വരുന്നത്. പക്ഷെ പോലീസ് അവിടെയും സ്വീകരിച്ചൊരു നിലപാട്, RDOയുടെ ഈ ഉത്തരവ് പ്രകാരം ഈ കത്ത് തുറന്ന് അമ്മയെ അകത്ത് പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. കാരണം അതിനിടയ്ക്ക് ജില്ലാ കളക്ടറുമായും സബ് കളക്ടറുമായും RDO ഒക്കെ ആയി ഈ പോലീസും മറ്റു ജനപ്രതിനിധികളും സംസാരിക്കുന്നു. പക്ഷെ അവിടെ എന്തോ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി എന്നാണ് നാട്ടുകാരും ഈ അമ്മയും മറ്റ് ജനപ്രതിനിധികളും പറയുന്നത്. അതായത് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. CPM ജില്ലാ നേതൃത്വത്തിന്റെ കൃത്യമായ അറിവുണ്ട്. അവിടെ ഈ അമ്മയ്ക്ക്, അതായത് ഈ അമ്മയുടെ മകൾക്ക് അനുകൂലമായി അവർ ഒരു നിലപാട് സ്വീകരിക്കുന്നു. അവിടെയാണ് പല രീതിയിലുള്ള ഒരു സംശയങ്ങളൊക്കെ ഉയർന്നു വന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ അമ്മയ്ക്ക് ഒരു നീതി നിഷേധിക്കുന്നത്? അതിനുവേണ്ടി എന്താണ് പാർട്ടി ഇത്തരം ഇടപെടൽ നടത്തുന്നത്? അതുമായി ബന്ധപ്പെട്ട ചില വ്യക്തിപരമായ മറ്റു പല പ്രശ്നങ്ങളുണ്ട്. അതൊരു പക്ഷേ നമുക്കത് അവരുടെ വ്യക്തിപരമായ പ്രശ്നമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു അമ്മയ്ക്ക് അവിടെ നീതി നിഷേധിക്കപ്പെടുന്നതാണ് ഏറെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ അവിടെയും നമ്മൾ എടുത്തു പറയേണ്ടത്, ഒരു മകൾ ഈ രീതിയിൽ മനുഷ്യത്വരഹിതമായി സ്വന്തം അമ്മയോട് പെരുമാറുമ്പോൾ അവിടെ നാട്ടുകാരുടെ സ്നേഹം നമ്മൾ എടുത്തു പറയണോ? കാരണം രാത്രി 10 മണി കഴിഞ്ഞു, 10 മണി ആകുമ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒരു തീരുമാനമില്ല, പോലീസിന്റെ ഭാഗത്ത് തീരുമാനമില്ല. ഒടുവിൽ അമ്മ പായെടുത്ത് അമ്മ സിറ്റൗട്ടിൽ തന്നെ കിടക്കുന്നു. അതായത് നാട്ടുകാർ ഗേറ്റ് തകർത്ത് അമ്മയെ വീടിനുള്ളിൽ, അതായത് കോമ്പൗണ്ടിനുള്ളിൽ എത്തിക്കുന്നു. അമ്മ സിറ്റൗട്ടിൽ പാവിരിച്ച് കിടക്കുന്നു. നാട്ടുകാർ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നു. നാട്ടുകാർ അമ്മയ്ക്ക് ഒരു കൊതുക് പോലും കടിക്കാതിരിക്കാൻ കൊതുക് അവിടെ കൊണ്ടുവന്ന് കത്തിക്കുന്നു. അങ്ങനെ നാട്ടുകാരുടെ വലിയൊരു സ്നേഹം, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ സ്നേഹം നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. പിന്നീടാണ്
പോലീസ് വന്ന് വനിതാ പോലീസിനെ അവിടെ സംരക്ഷണത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നു. പോലീസിന്റെ ഇടപെടലിലൂടെ പോലീസ് പറഞ്ഞു അമ്മയെ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാം, അമ്മയ്ക്കൊരു ഒരു രാത്രി അവിടെ ചെലവഴിക്കണം. രാവിലെ RDO ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് രാത്രി തന്നെ ഈ വീടിനകത്ത് കയറണമെന്ന നിലപാട്. കാരണം നാട്ടുകാർ ഒന്നടങ്കം പറയുന്നുണ്ട് അമ്മ പറഞ്ഞാൽ ഞങ്ങൾ കഥക് പൊളിച്ചു തരാം. പക്ഷെ പോലീസ് അവിടെ നാട്ടുകാരെ വിലക്കി നിയമം കയ്യിലെടുത്താൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് താക്കീത് നൽകി. അതോടുകൂടിയാണ് നാട്ടുകാർ തന്നെ ഒരു കമ്പിപ്പാര എടുത്തുകൊണ്ട് വരുന്നു, അമ്മയുടെ കൈ കൊടുക്കുന്നു. അമ്മയ്ക്ക് നാട്ടുകാരുടെ പിന്തുണയോടുകൂടി അമ്മ ആ കമ്പിപ്പാര കൊണ്ട് അമ്മയും നാട്ടുകാരുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു, സഹായം ഉണ്ടായിരുന്നു. ആ കഥക് പൊളിച്ച് അകത്ത് കയറുന്നു. അവിടെയാണ് ആ വാർത്ത ചെയ്തതിന്റെ ഒരു ശരിക്കും യഥാർത്ഥത്തില് ഒരു വാർത്തയുടെ ഇടപെടൽ എത്രത്തോളം ഫലം കണ്ടു എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവായിരുന്നു അത്. കാരണം നമ്മൾ ഉൾപ്പെടുന്ന അതായത് ന്യൂസ് 18 സംഘമാണ് ആദ്യം ഇവിടെ എത്തുന്നത്, പിന്നീട് മറ്റു മാധ്യമങ്ങൾ വരുന്നു. ഒന്നടങ്കം അതായത് ഇടവേളകളില്ലാതെ കൃത്യമായി വാർത്ത റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷമാണ് നാട്ടുകാർ അവിടെ നിന്ന് പിന്നോട്ട് പോയില്ല, ജനപ്രതിനിധികൾ പിന്നോട്ട് പോയില്ല, അമ്മയ്ക്കൊപ്പം അവർ നിൽക്കുന്നു. അവര് നാട്ടുകാർ പറഞ്ഞത്, ജനപ്രതിനിധികൾ പറയുന്നത് അമ്മ ഇന്ന് ഉറങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ മുറക്കം വിളച്ച് അവിടെ ഇരിക്കാൻ തയ്യാറാണ്. അങ്ങനെ മാധ്യമങ്ങളും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഒടുവിലാണ് രാത്രി 11:15 ഈ കഥക് പൊളിച്ച് അമ്മയ്ക്ക് അവിടെ അകത്ത് കയറാം. പക്ഷെ ഇപ്പോഴും ഒരു പൂർണ്ണമായി അമ്മയ്ക്ക് നീതി കിട്ടിയെന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം RDO പറയുന്നത് ഇന്ന് ചർച്ചയ്ക്ക് അമ്മ വരണം, RDO ഓഫീസിലേക്ക് വരണം എന്നാണ് അമ്മയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ ഇന്നലെ രാത്രിയും, അതായത് രാത്രി ഒരു 1 മണിയോടുകൂടി ഞാൻ അവിടെ ചെന്നിരുന്നു, ആ സ്ഥലത്ത് ചെന്നിരുന്നു. അന്നേരം അവിടെ നാട്ടുകാരെല്ലാം പിരിഞ്ഞു. അമ്മ വീടിനകത്താണ്. 3 പോലീസുകാർ, വനിതാ പോലീസുകാരി ഉൾപ്പെടെ 3 പോലീസുകാർ ആ വീടിന് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും രീതിയിൽ ഭീഷണിയോ മറ്റ് സമ്മർദ്ദമോ ഒരു ആക്രമണമോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പോലീസിന്റെ കനത്ത സുരക്ഷയും രാത്രി സമയങ്ങളിൽ രാത്രി വീട്ടിലുണ്ടായിരുന്നു. രഞ്ജിത്ത്, ടോമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെ രാത്രിയിലും ന്യൂസ് 18ന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു, രാത്രി വൈകിയും ഉണ്ടായിരുന്നു. അമ്മ ഇപ്പോഴും അവിടെ തൃപ്പൂണിത്തുറയിലെ വീട്ടിലുണ്ട്. അവർക്ക് സമാധാനമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം. അതിന് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുകയും വേണം. വാർത്താ ഇടപെടലിലൂടെ ഈ അമ്മയുടെ ശ്രദ്ധ അധികൃതരിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. അവിടെ ഡാനി തുടരുന്നുണ്ട്. ഡാനി, അമ്മയുടെ വാക്കുകൾ വളരെ ആത്മവിശ്വാസമുണ്ട്. അവർ ഇനി RDOയെ മറ്റും കാണാൻ പോകുന്നില്ല, ഇവിടെ വീട്ടിൽ തന്നെ തുടരും എന്നുള്ള രീതിയിൽ തന്നെയാണോ, ആ ഉറച്ച നിലപാടിൽ തന്നെയാണോ അവർ? തീർച്ചയായും രഞ്ജിത്ത്, ആ നിലപാടിൽ തന്നെയാണ്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ഒരുപാട് സഹനത്തിൽ നിന്ന് അവർ നേടിയൊരു ഉൾക്കരുത്ത് വലുതാണ്. ഇതിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ സംസാരിക്കുകയും ചെയ്തത്. താൻ ഇവിടെ നിന്ന് ഒഴിയുകയില്ല എന്നവർ പറയുകയും ചെയ്തത്. ഇനി ഏതായാലും RDOയുടെ പക്കലേക്ക് യാതൊരുവിധ ചർച്ചകൾക്ക് വേണ്ടി പോകില്ല. അത്തരമൊരു ചർച്ചകൾക്ക് വേണ്ടി നടത്തണമെങ്കിൽ അവർ ഇവിടേക്ക് വരട്ടെ, താൻ തൻ്റെ വീടിന് അകത്തേക്ക് കയറി കഴിഞ്ഞു എന്നതെല്ലാം തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ മറ്റ് ഇടപെടലുകളെല്ലാം തന്നെ നടത്തേണ്ടതാണ്. കാരണം അധികൃതരുടെ ഇടപെടലെല്ലാം തന്നെ നടത്തേണ്ടതാണ്. ഒപ്പം മറ്റൊന്നുകൂടി രഞ്ജിത്ത് ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമാകുകയാണ് കൊച്ചി എന്നതുകൂടിയാണ്. ഈ ദിവസങ്ങളിൽ അതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടി വന്നു എന്നതാണ്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു സന്ദർഭം കൊച്ചിൻ കോർപ്പറേഷൻ്റെ പരിധിക്ക് അകത്ത് തന്നെ നടക്കുകയും ചെയ്തത്. കൊച്ചിൻ കോർപ്പറേഷൻ വയോജനങ്ങൾക്ക് വേണ്ടി നടത്തിയ ഇടപെടലുകളെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പ്രഖ്യാപനമടക്കമുണ്ടായത്. ഏതായാലും അത്തരം ഒരു പ്രഖ്യാപനവും ഇപ്പോൾ ഒരു സാധുവായ ഒരു പ്രായാധിക്യമുള്ളൊരു അമ്മയ്ക്കും ഈ ഒരു അവസ്ഥയും എല്ലാം തന്നെ ഉണ്ടാകുന്നതും എല്ലാം വളരെ വിരോധാഭാസം തന്നെയാണ്. എന്തായാലും ഇങ്ങനെ ഒരു പോരാട്ടം കൂടി ഇവിടെ നടക്കുന്നു. ഇതിൽ ഉന്നതതല ഇടപെടലടക്കം വൈകാതെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അമ്മ നേരത്തെ പറഞ്ഞ അതേ നിലപാട് തന്നെയാണ്. നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇനിയൊരു ചർച്ചയിലേക്ക് താനില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. RDO അടക്കമുള്ളവർക്ക് ഇനി ഏതെങ്കിലും രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തണമെങ്കിൽ അവർ ഇവിടേക്ക് വന്ന് സംസാരിക്കട്ടെ. തനിക്കിനി പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളടക്കമുണ്ട്. 2 തവണ RDOയുടെ ഓഫീസ് അടക്കം കയറി ഇറങ്ങിയതിൻ്റെ ശാരീരിക അസ്വസ്ഥതകളുണ്ട്. അത് നേരത്തെയും വന്ന കൗൺസിലർ അടക്കമുള്ളവർ പറഞ്ഞു അവർക്ക് നടക്കാൻ പോലും വയ്യാത്ത ബുദ്ധിമുട്ടുകളുണ്ട്, ശ്വാസം തടസ്സമുണ്ട്, അങ്ങനെയെല്ലാ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇനി അമ്മയുമായി അത്തരം ഓഫീസുകൾ കയറി ഇറങ്ങുന്നത് ഒരു ഉചിതമായൊരു നടപടിയല്ല. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലൊരു ചർച്ചകൾക്ക് ഇനി ഇത് ആ രീതിയിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കണമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടേക്ക് വരട്ടെ എന്നതാണ്. അതുതന്നെയാണ് നേരത്തെ അമ്മയും ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞത്. രഞ്ജിത്ത്, ഡാനി ഇപ്പോഴാണ് അവിടെ അമ്മയ്ക്കൊപ്പം നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ന്യൂസ്
ന്യൂസ് 18 ഇടപെടലാണ് ശ്രദ്ധയിലെത്തിച്ചത്. ആത്മവിശ്വാസം പകർന്നു നൽകാൻ അമ്മയ്ക്കായി അവർക്കിനി സുരക്ഷിതത്വവും ലഭിക്കുമെന്ന് കരുതാം. തിരിച്ചു വരാം. BJP-യുടെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥി പട്ടികകൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ BJP-യുടേതെങ്കിലും ഇന്നൊരു പക്ഷേ വന്നേക്കാം വിവരങ്ങളുണ്ട്. 100ഓളം മണ്ഡലങ്ങൾ രാജ്യവ്യാപകമായാകും പ്രഖ്യാപിക്കപ്പെടുക. കേരളത്തിലെ ചില മണ്ഡലങ്ങളിലും പ്രതീക്ഷിക്കുന്നുണ്ട് പ്രഖ്യാപനം. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും സുരേഷ് ഗോപി തൃശ്ശൂരിലും മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പും വന്നിട്ടുണ്ട്. അതടക്കമുള്ള വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.